ഹായ്. അപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് കർക്കിടകവാവായിട്ട് മണപ്പുറത്ത് പോയിട്ടാ, ആലുവ മണപ്പുറത്ത് പോയി നമ്മൾ ബലിയാക്കി ഇട്ടിട്ട് തിരിച്ചു വന്നു. നല്ല ചെളിയും ഒക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പാർക്കിംഗ് ഒക്കെ വന്നിട്ട് ഒത്തിരി ദൂരമായിരുന്നു. അറിയാമല്ലോ, വടക്കേ മണപ്പുറം വഴിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളെ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അറിഞ്ഞുകൊണ്ട് നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ, അതായത് മാനസികമായിട്ട് നമ്മളെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു തരത്തിലും അവരോട് പ്രതികാരം ചെയ്യരുത്. ഒരു തരത്തിലും നമ്മൾ പ്രതികരിക്കരുത്. നമ്മൾ കരയും, നമ്മുടെ ശരീരത്തിൽ മൊത്തം ആണി കുത്തിക്കേറുന്ന വേദന നമ്മളിലുണ്ടാവും. അപ്പോൾ നമ്മൾ കരയും. അപ്പോൾ കരയണ സമയത്ത് നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ കുറവ് പറ്റാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കാണുന്നവർക്ക് നമ്മളെ ഒരു ഭ്രാന്തി എന്ന് മുദ്ര കുത്തും. ഇങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടാവും. കാണികളെന്നും കാഴ്ചക്കാർ മാത്രമാണ്, അവർക്ക് കണ്ടാൽ മാത്രം മതി. പക്ഷേ ഈ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ആണി കുത്തി കയറുന്ന വേദന നമ്മൾക്ക് തന്ന് സമ്മാനിച്ചവരെ നമ്മൾ ഒരു തരത്തിലും തിരിച്ച് ആണി കൊണ്ട് കുത്തരുത്. അവരെ നമ്മൾ പൂക്കൾ കൊണ്ട് മൂടണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പൂ പറിച്ചിട്ട് എറിയുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ ആണി കൊണ്ട് നമ്മളങ്ങനെ കുത്തി ആദ്യം കുത്തുമ്പോൾ നമുക്ക് വേദനിക്കും. രണ്ടാമത് കുത്തുമ്പോൾ ആദ്യം കുത്തിയതിൻ്റെ അത്രയും വേദന നമുക്ക് രണ്ടാമത് കുത്തുമ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ കുത്തി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, അതായത് ആണിയുടെ നീളം എത്രയാണോ അതിൻ്റെ ഇരട്ടി ആഴത്തിലേക്ക് നമ്മുടെ വേദനകൾ നമുക്ക് ശരീരത്തിലേക്കും മനസ്സിലേക്കുന്ന മുറിവാണ് ഏറ്റവും വലിയ മുറിവ്. ആ മുറിവിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരച്ചിൽ നമ്മൾക്ക് വരുന്നത് അത് കണ്ണുനീരായിട്ടായിരിക്കും, അല്ലേ? അലറും, ചിലർ പൊട്ടിക്കരയും, ചിലർ ഒച്ചത്തിൽ സംസാരിക്കും. അങ്ങനെ പലവിധ രീതികളിലുണ്ടാവും. നമ്മൾ മാനസികമായിട്ടേ അങ്ങ് കരുത്താർജിക്കും അങ്ങനെ വരുമ്പോൾ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അവരോട് പകയും വിദ്വേഷവും എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ തിരിച്ച് ചെയ്യരുത്. ഒരു രീതിയിൽ അവരോട് പ്രതികാരം ചെയ്യാതിരിക്കുക. നമുക്ക് തന്ന വേദനകൾ നമ്മൾ സ്വീകരിക്കാം. തിരിച്ച് അവർക്ക് നമ്മളായിട്ടൊരു വേദന കൊടുക്കരുത്. അതെല്ലാം കൊടുക്കാനായിട്ട് മോളിനൊരാൾ നമ്മളറിയാതെ എല്ലാം അവിടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും അദ്ദേഹം എന്ത് ചെയ്യും? ഓർമ്മപ്പെടുത്തി കൃത്യസമയത്ത് ഒരു മെഡിസിൻ പോലെ അവർക്കത് കൊടുത്തുകൊണ്ടിരിക്കും. അത് പിന്നീട് നമ്മുടെ ഈ ലെൻസിലൂടെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ കാണുമ്പോൾ അവരെ ആഹ്ലാദിച്ച പോലെ നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അത് ആഹ്ലാദിക്കാൻ പറ്റില്ല. അവിടെയാണ് അവരും നമ്മളും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടാവുന്നത്. അങ്ങനെ നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റില്ല. നമ്മൾ ആഹ്ലാദിക്കില്ല. കാരണം നമ്മളപ്പോഴേക്കും പക്വത ആർജിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ഒക്കെ ഉണ്ടായാൽ, അവർ നമ്മളെ കുന്തം കൊണ്ടും മുള്ളുകൊണ്ടൊക്കെ നമ്മളെ കുത്തി കഴിഞ്ഞാൽ, ആദ്യം നമ്മളെ എന്താക്കുക, കരയും, ഒച്ചപ്പാടുണ്ടാക്കും, അലറും, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ചിരിക്കും. വേണ്ട, ഈ ചിരിച്ചിരിക്കുമ്പോൾ അവരവിടെ കരയായിരിക്കും. ആ കരച്ചിൽ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത വേദന ഉണ്ടാക്കും, നമ്മുടെ ഉള്ളിൽ. കാരണം ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് ആരാണ്? ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു കർക്കിടകവാവ് ദിവസം വരാൻ ആഗ്രഹിച്ചതും ഒരുപാട് ആത്മാക്കൾ അങ്ങനെ അടച്ചുമൂടിയുണ്ടായിരുന്നു. അവരെല്ലാവരും ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് പുറത്തുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്